ഹലോ ട്രേഡേഴ്സ്, ഇനി ഒരു 28,558 പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടുണ്ട്. ആ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു 24,460 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോൾ ബൈ എടുക്കാം. അതിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. നോക്കട്ടെ. ഇപ്പം മാർക്കറ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഡൗൺ ആണ്. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഫിബിനോച്ചി സീരീസ് ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ആവശ്യമില്ല. ചുമ്മാ ഇതൊക്കെ ആൾക്കാരൊക്കെ ചുമ്മാ അതൊന്ന് കാണിക്കുന്നില്ല. അവർ പൈസ ഉണ്ടാക്കാനും പിന്നെ കുറേ ട്രേഡ് എടുത്തിട്ട് കോഴ്സ് കാണിക്കാനും വേണ്ടി. ഈ ട്രേഡിംഗ് ഒന്നും വർക്കൗട്ട് ആകത്തില്ല. നമുക്ക് മാർക്കറ്റിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവണം. അപ്ഡേറ്റ് ആയിരിക്കണം മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ളത്. മാർക്കറ്റ് എല്ലാം മിക്കപ്പോഴും ന്യൂസ് ഡ്രൈവറാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വർക്ക് ആവത്തില്ല. നോക്കാം ഇപ്പം നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഒരു എൻട്രിക്കുള്ള ചാൻസ് നോക്കുമ്പോൾ 5 മിനിറ്റ് ചാർട്ട് നോക്കാം. നോക്കട്ടെ. 5 മിനിറ്റ് ചാർട്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട് ശേഷം ഒരു റിജക്ഷൻ ക്യാൻഡിൽ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പാണെന്ന് തോന്നുന്നു. അപ്പം ഡൗൺ ക്യാൻഡിലിൻ്റെ സൈഡിൽ ഒരു എൻട്രി എടുക്കാം. ഒരു കോൾ ഓപ്ഷൻ എൻട്രി. ഓക്കെ, ഒരു 2 ലോട്ട് എൻട്രി എടുക്കാം. 2 ലോട്ട് 450 എൻട്രി എടുക്കുകയാണ്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, എൻട്രി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് കമ്പൽസറി ആണ്. ഇഫ് ഇൻ കേസ് മാർക്കറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ചാർട്ട് നോക്കാം. നമുക്ക് എത്ര സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ളത്. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഈ റെഡ് ക്യാൻഡിലിൻ്റെ താഴെ ഒരു 140. ഓക്കെ, 135 സ്റ്റോപ്പ് ലോസ് വെക്കാം. ഒരു മിനിറ്റ്, സ്റ്റോപ്പ് ലോസ് നോക്കട്ടെ. സ്റ്റോപ്പ് ലോസ് 135. ഓക്കെ, ഇപ്പോൾ ലോസിലാണ്. ടാർഗറ്റ് വെക്കുന്നില്ല. ടാർഗറ്റ് ഒരു 200 പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക് ട്രേഡ് അടിക്കില്ല നോക്കാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ